അങ്ങനെ എലിമിനേഷൻ ചാമ്പറിൽ വില്ലനായിട്ടുണ്ടായിരുന്ന ജോൺ സീന കാലങ്ങൾക്ക് ശേഷം റോ എപ്പിസോഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ജോൺ സീന റോ എപ്പിസോഡിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എങ്ങനെയായിരിക്കും വരുന്നത്, എന്തൊക്കെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്, ഏത് ലുക്കിലായിരിക്കും വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. ഒരുപാട് റൂമറുകളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ റൂമറുകളുടെ എല്ലാം തന്നെ അവസാനമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ജോൺ സീന റോ എപ്പിസോഡിലേക്ക് വന്നു. അദ്ദേഹം ഒരു കിഡിലൻ പ്രോമോ കൂടി പറഞ്ഞിട്ടുണ്ട്. ജോൺ സീനയുടെ ആ ഒരു പ്രോമോ കേട്ടപ്പോൾ അദ്ദേഹം ശരിക്കും വില്ലനാണോ അതോ അദ്ദേഹമാണോ ഹീറോ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ജോൺ സീന ആ ഒരു പ്രോമോയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു WWE മലയാളം ഗോസിപ്സ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ജോൺ സീന റോ എപ്പിസോഡിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ അറ്റയർ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും സംശയം. അതിൽ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കോട്ടും സ്യൂട്ടും എല്ലാം തന്നെ ധരിച്ച് കോർപ്പറേറ്റ് ജോൺ സീന ആയിട്ടായിരിക്കും അദ്ദേഹം വരിക എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പഴയ തഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിലായിരിക്കും സീന വരിക എന്നുള്ളതായിരുന്നു മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതിയ എൻട്രൻസ് മ്യൂസിക്കോട് കൂടി സീന വരും എന്നുള്ളതും ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഈ പറഞ്ഞവരുടെ എല്ലാവരുടെയും വായ അടപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു സീനയുടെ കടന്നുവരവ്. കാരണം സീന വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ടൈം ഈസ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ആ പഴയ എൻട്രൻസ് മ്യൂസിക്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അതേ കോസ്റ്റ്യൂമിലും തന്നെയായിരുന്നു. കോസ്റ്റ്യൂമിന് കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു റെഡിഷ് കളറിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രമേ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ സ്ലോ മോഷനിലായിരുന്നു ജോൺ സീന എൻട്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഓടി റിങ്ങിലേക്ക് കയറുന്നതിന് പകരമായിട്ട് നടന്നായിരുന്നു റിങ്ങിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സീന വന്നതിന് ശേഷം എന്തായിരിക്കും പറയുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്ന അടുത്ത ചോദ്യം. എന്തുകൊണ്ടാണ് സീന ഹീൽ ക്യാരക്ടർ ആയത്, അതായത് വില്ലൻ ആയത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അദ്ദേഹം നൽകുമല്ലോ. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. സീന പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനൊരു ബേബി ഫേസ് അല്ല, അതായത് ഒരു ഹീറോ അല്ല, ഞാനൊരു വില്ലൻ അല്ല, ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, ഞാനൊരു മനുഷ്യനാണ് എന്നുള്ളതായിരുന്നു. എന്നിട്ട് സീന പറഞ്ഞിട്ടുണ്ടായിരുന്ന മുഴുവൻ കുറ്റങ്ങളും കാണികൾക്ക് എതിരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാധാരണ ഏതെങ്കിലും ഫേസ് ക്യാരക്ടർ ചെയ്യുന്ന റെസ്ലേഴ്സിനെതിരെയായിരുന്നു ഹീൽ ക്യാരക്ടേഴ്സ് പ്രോമോ ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ സീന ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഫാൻസിനെതിരെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം ധരിച്ചു വന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഫാൻസിനെതിരെയും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കെതിരെയും എല്ലാവർക്കെതിരെയും സീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും തന്നെ വലിച്ചു കയറി ഒട്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സീന എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഫാൻസ് എപ്പോഴും സീനയെ കളിയാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. ഒരിക്കലും സീനയെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ കാര്യങ്ങളെല്ലാം തന്നെ സീന തന്റെ സംസാരങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ ഏകദേശം 20 വർഷക്കാലത്തോളമായി ഫേസ് ക്യാരക്ടറായിട്ട് WWE നിൽക്കുന്നു. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തും എല്ലാവരും തന്നെ കൂക്കി വിളിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, ബൂ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആരും തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത് ജോൺ സീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീനയുടെ കരിയർ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ 2002 ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ജോൺ സീന വളരെ കുറച്ചു കാലം വളരെ മോശം ക്യാരക്ടറായിട്ട് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് ഡോക്ടർ ഓഫ് തഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹം ചേക്കേറിയിട്ടുണ്ടായിരുന്നത്, അന്നു മുതലാണ് ജോൺ സീനയുടെ ശുക്രദശ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സംസാരത്തിലൂടെ തന്റെ ഓപ്പോണൻസിനെ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്ന ജോൺ സീനയെ ആർക്കും തന്നെ മറക്കാൻ കഴിയില്ല. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സൂപ്പർ സീന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നതും. ഫാൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന തഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാരക്ടറിനെ മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ട് മറ്റൊരു പുതിയ ക്യാരക്ടറിനെയായിരുന്നു ജോൺ സീനയ്ക്ക് വേണ്ടി WWE ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജോൺ സീന അദ്ദേഹത്തിന്റെ കരിയറിൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിൽ തന്നെ WWEക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൈം കാലഘട്ടങ്ങളിൽ എല്ലാ ആഴ്ചകളിലും ജോൺ സീന തന്നെ വരും. എല്ലാ ആഴ്ചകളിലും റോ എപ്പിസോഡ് തുടങ്ങുന്നത് സീനയുടെ ഓരോ പ്രോമോയിലൂടെയായിരുന്നു. ഓരോ ആഴ്ചകളിലും നടക്കുന്ന മത്സരങ്ങളിൽ സീന തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ആഴ്ചകളിലും സീനയ്ക്ക് തന്നെയായിരുന്നു മുൻപന്തിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതും മെയിൻ ഇവന്റ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നതും. എല്ലാ ആഴ്ചകളിലും സീനയ്ക്ക് വിജയം മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ഇങ്ങനെ സീന മാത്രം വിജയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫാൻസ് എല്ലാവരും സീനയ്ക്കെതിരെ തിരിയാൻ തുടങ്ങി. എല്ലാവരും സീനയെ കുറ്റം പറയാൻ തുടങ്ങി. സീന ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് പറയാൻ തുടങ്ങി. അങ്ങനെ സീനയ്ക്ക് എല്ലാവരും കൂക്കി വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഏകദേശം 10 വർഷക്കാലത്തോളം സീന എല്ലാവർക്കും മുമ്പിൽ തോറ്റു കൊടുക്കാനും തുടങ്ങി. എല്ലാ മാച്ചുകളിലും അദ്ദേഹത്തിന് തോൽവി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തോറ്റു തുടങ്ങിയപ്പോൾ അതും ഫാൻസിന് പ്രശ്നമായി. ജോൺ സീന എല്ലാവരുടെയും മുൻപിൽ തോൽക്കുന്ന ഒരു കോമാളിയായി മാറി എന്നുള്ളതായിരുന്നു എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റം മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ, അതല്ലാതെ ഞാൻ ചെയ്യുന്നതിലുള്ള നല്ല കാര്യം നിങ്ങൾ ആരും തന്നെ പറയുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു ഫാൻസിന് മുഴുവൻ ജോൺ സീന തെറി വിളിച്ചത്. ഇത് കേട്ട ഫാൻസും അടിപൊളിയായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെൽജിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നഗരത്തിലെ ഫാൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. യൂറോപ്യൻ ടൂർ നടത്തുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ഫാൻസിന് മുമ്പിൽ തന്നെയാണ് ജോൺ സീന അദ്ദേഹത്തിന്റെ കിടിലൻ പ്രോമോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതും. 2008 മുതൽ 12 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജോൺ സീനയുടെ പ്രൈം ടൈം തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് കമ്പനിയുടെ ഫേസ് ഓഫ് ദി കമ്പനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ സീന അല്ലാതെ മറ്റൊരു പേരില്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വരെ ഒരുപാട് ഫാൻസ് അദ്ദേഹത്തെ ബൂ ചെയ്തിട്ടുണ്ടായിരുന്നു, കൂക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും
ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ജോൺ സീന ആ കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് ജോൺ സീന പുതിയ മ്യൂസിക്കിൽ വരുന്നതും പുതിയ അപ്പിയറൻസിൽ വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുകയുണ്ടായി. ഞാൻ പുതിയ അറ്റയറിൽ വരും എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എൻ്റെ പുതിയ മ്യൂസിക് കേൾക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നിങ്ങളത് അർഹിക്കുന്നില്ല, നിങ്ങൾക്കത് ഞാൻ തരില്ല എന്നുള്ള രീതിയിലായിരുന്നു സീന അവിടെ സംസാരിച്ചത്. സീന ഒരുപാട് കാലം WWE വർക്ക് ചെയ്ത സമയത്ത് എല്ലാവരും അദ്ദേഹത്തെ കൂവി വിളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ WWE നിന്ന് മാറി നിന്നപ്പോഴേക്കും ഫാൻസിന് മുഴുവൻ സീനയെ മിസ് ചെയ്യാൻ തുടങ്ങി. ഫാൻസ് മുഴുവൻ സീനയ്ക്ക് വേണ്ടി ചിയർ ചെയ്യാൻ തുടങ്ങി. സീനയുടെ വരവിന് എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, സമയം കഴിയാനായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജോൺ സീനയെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം കൊണ്ട് മാത്രമാണ്, അത് നിങ്ങളുടെ സങ്കടം കൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെയെല്ലാം തന്നെ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ജോൺ സീന അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സീന അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്ത സമയത്ത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ചിയർ ചെയ്തിട്ടേ ഉള്ളൂ, എല്ലാവരും അദ്ദേഹത്തിന് കൈയടിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള രീതിയിലെല്ലാം തന്നെ എല്ലാവരും വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു. തന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്ന, തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഫാൻസ് തന്നെയാണ് തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് ചിയർ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ജോൺ സീന അവിടെ വ്യക്തമാക്കി. സീന റിട്ടയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് വരെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആരായിരിക്കും സീനയുടെ ഏറ്റവും അവസാനത്തെ റെസൽമേനിയ എതിരാളി, ആരായിരിക്കും സീനയുടെ ഏറ്റവും അവസാനത്തെ ശത്രുവായിട്ടുണ്ടായിരിക്കും, ഏറ്റവും വലിയ ഫ്യൂഡായിട്ട് ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്തായിരിക്കും എന്നുള്ളതെല്ലാം തന്നെയാണ്. പക്ഷേ സീനയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്നുള്ളത് സീന ഫാൻസിനോട് എല്ലാവരോടും തന്നെ ചോദിക്കുകയുണ്ടായി. അതായത് സീന ഓക്കെയാണോ, അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ഓക്കെയാണോ എന്നുള്ള രീതിയിൽ ആരെങ്കിലും തന്നോട് ചോദിച്ചോ? ഒരാൾ പോലും തന്നോട് അത് ചോദിച്ചിട്ടില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നു, പക്ഷെ ആരും തന്നെ എനിക്ക് അതിനുള്ള ഒരു വില നൽകുന്നില്ല എന്നുള്ളതായിരുന്നു സീന പറഞ്ഞത്. ഫാൻസ് മുഴുവൻ അദ്ദേഹത്തെ ഒരു കോമാളിയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. യു കാൺ സീ മീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാച്ച് ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് കാണാൻ കഴിയില്ല, ഇൻവിസിബിൾ എന്നെല്ലാം തന്നെ പറഞ്ഞ് എന്നെ കളിയാക്കി ചെയ്യുന്നത് എനിക്കൊരിക്കലും തമാശയായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതും കൂടി സീന അവിടെ പറയുകയുണ്ടായി. ഫാൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അബ്യൂസീവ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലായിരുന്നു ജോൺ സീന വിശേഷിപ്പിച്ചത്. അതുപോലെ സീന സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഫാൻസ് മുഴുവൻ അദ്ദേഹത്തെ ബൂ ചെയ്യുകയും സീന റിട്ടയർമെന്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവിടെയുള്ള ഫാൻസ് മുഴുവൻ കൈയടിക്കുകയും സീനയ്ക്ക് വേണ്ടി ചിയർ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സീനയുടെ ആ ഒരു പ്രോമോയിലൂടെ വന്നിട്ടുണ്ടായിരുന്നതും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും. ശരിക്കും സീനയുടെ ഈ ഒരു ഹീൽ ടേൺ വളരെയധികം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീന ഒരു പക്കാ ഹീൽ അല്ലാതെ അദ്ദേഹം ഒരു ഫേസ് ക്യാരക്ടറാണ്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ദുഷിച്ച കാര്യങ്ങൾ ചെയ്യുന്ന, ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരു ഹീൽ ക്യാരക്ടറായിട്ട് തന്നെയാണ് നമുക്ക് ജോൺ സീനയെ കാണാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ഡ്രൂ മെക്കിൻഡർ എല്ലാം തന്നെ ചെയ്യുന്നത് പോലെ. ഡ്രൂ മെക്കിൻഡർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ലതാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ മോശം പ്രവൃത്തികളാണ്. അതുപോലെ തന്നെയാണ് ജോൺ സീനയുടെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സീന അതിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനി അടുത്ത റോ എപ്പിസോഡുകളിലേക്കെല്ലാം തന്നെ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ബ്രോൾ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കോഡി റോഡ്സ് ഏറ്റവും അവസാനം വന്നിട്ടുണ്ടായിരുന്നു. കോഡി റോഡ്സ് വന്നതിന് ശേഷം അദ്ദേഹം നല്ലൊരു കിഡിലൻ പ്രോമോ നടത്തി ജോൺ സീന ഒന്നും തന്നെ മിണ്ടാതെ പോകുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കോഡി റോഡ്സ് ജോൺ സീനയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നതും കണ്ടു. ഇനി ജോൺ സീന എങ്ങാൻ മൈക്ക് എടുത്തു കഴിഞ്ഞാൽ കോഡി റോഡ്സിനൊന്നും പറയാൻ കിട്ടാതിരിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയതാണോ എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ജോൺ സീന പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ജോൺ സീന വെറുതെ കള്ളം പറയുകയാണോ? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.